Hi friends, welcome to Sharing Knowledge. ഇവിടെ ടാലി പ്രൈമിൽ GST എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നതെന്ന് നമുക്ക് പഠിക്കാം. വളരെ സിമ്പിളായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കത് നോക്കാം. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടാലി പ്രൈമിൽ കമ്പനി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം GST കോൺഫിഗറേഷൻ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പിൽ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് GST ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യണം, പർച്ചേസ് ആൻഡ് സെയിൽസ് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. ഈ രണ്ട് ലെഡ്ജറിലും GST ഓപ്ഷൻസ് എനേബിൾ ചെയ്ത് കൊടുക്കണം. കൂടാതെ പാർട്ടി ലെഡ്ജറും അതിൽ ക്രിയേറ്റ് ചെയ്യണം. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പർച്ചേസും സെയിൽസും നടത്തുമ്പോൾ ഏതൊക്കെ സ്റ്റോക്ക് ഐറ്റമാണ് നമുക്കുള്ളത്, ആ ഓരോ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോഴും GST ഓപ്ഷൻസ് എനേബിൾ ചെയ്ത് കൊടുക്കണം. ഫോർത്ത് സ്റ്റെപ്പിലാണ് വൗച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് കമ്പനി ക്രിയേഷൻ ആണ്. ടാലി പ്രൈം എന്ന ഐക്കൺ ഡെസ്ക്ടോപ്പിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ആയിട്ട് വരുന്ന ഈ വിൻഡോയാണ് നിങ്ങളുടെ സ്ക്രീനിൽ ഗേറ്റ്വേ ഓഫ് ടാലി എന്ന ഈ വിൻഡോ കാണുന്നത്. ഇവിടെ നിന്നും നമുക്ക് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി Alt K എന്ന കീബോർഡ് ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിലായി ഇത് കണ്ടോ, കമ്പനി ക്രിയേഷൻ, കമ്പനി എന്ന ഈ മെനുവിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ക്രിയേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കമ്പനി ക്രിയേഷൻ എന്ന ഇങ്ങനെ ഒരു വിൻഡോ നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇവിടെ കമ്പനി ഡേറ്റ പാത്ത് നമുക്ക് നമ്മുടെ ഫയൽ സ്റ്റോർ ചെയ്യുന്ന സേവിംഗ് പ്ലേസ് ആണ്. നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക് സ്പേസ് കൊടുത്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കമ്പനി നെയിം ജസ്റ്റ് ഒന്ന് കൊടുക്കാം. അതിനുശേഷം മെയിലിംഗ് നെയിം അത് ഓട്ടോമാറ്റിക്കലി വന്നു. അഡ്രസ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പനി ക്രിയേഷനിൽ കൊടുക്കാം, അത് ഓപ്ഷണലാണ്. ദെൻ സ്റ്റേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് GST കാൽക്കുലേഷൻസ് നടക്കുന്നത്. സോ ഞാനിവിടെ കേരള സെലക്ട് ചെയ്യുവാണ്. ഓക്കെ, ദെൻ കൺട്രി നമുക്കവിടെ ഓൾറെഡി ഉണ്ട്. നമുക്ക് പിൻകോഡ്, ടെലിഫോൺ, മൊബൈൽ ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. ദെൻ ഫിനാൻഷ്യൽ ഇയർ ബിഗിൻസ് ഫ്രം എന്ന് പറയുന്നത് ഞാനിവിടെ 2020 April 1 ആണ് കൊടുക്കുന്നത്. അതായത് ഒരു സാമ്പത്തിക വർഷം അല്ലെങ്കിൽ 12 months ഡ്യൂറേഷൻ, അതിലെ ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ബുക്സ് ബിഗിനിങ് ഫ്രം ഞാനിപ്പോൾ ലേണിംഗ് എഡിഷൻ ആയതുകൊണ്ട് ഫിനാൻഷ്യൽ ഇയർ ബിഗിൻസ് ഫ്രമും ബുക്സ് ബിഗിനിങ് ഫ്രമും ഈക്വൽ ആയിട്ട് കൊടുക്കുവാണ്. സോ എനിവേ നമുക്ക് എപ്പോഴാണോ ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഡേറ്റ് ആണ് ബുക്സ് ബിഗിനിങ് ഫ്രമിൽ കൊടുക്കേണ്ടത്. സോ ഒരു കമ്പനി ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് എപ്പോഴും ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു പക്ഷേ ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഓഗസ്റ്റിലാണെങ്കിൽ നമുക്കിവിടെ ഓഗസ്റ്റ് കൊടുക്കാം. ഞാനിപ്പോൾ രണ്ടും ലേണിംഗ് എഡിഷൻ ആയതുകൊണ്ട് ഒരു ഡേറ്റ് ആയിട്ട് കൊടുക്കുവാണ്. ദെൻ എൻ്റർ കീ കൊടുക്കാം. എൻ്റർ കീ കൊടുത്തതിന് ശേഷം വീണ്ടും ബേസ് കറൻസി സിമ്പിൾ അവിടെ വന്നു. ഒരു പ്രാവശ്യം കൂടെ ഇവിടെ എക്സിറ്റ് ബട്ടൺ വന്നു കഴിയുമ്പോൾ നമുക്ക് എസ് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം, നോക്കിയേ, കമ്പനി ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, കമ്പനി നെയിം ഉണ്ട്. സോ നിങ്ങളിവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഫുൾ ഓപ്ഷൻ വിൻഡോ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ബോക്സിന്റെ ഇടത് സൈഡിൽ മുകളിലായി ഇവിടെ ഷോ മോർ ഫീച്ചേഴ്സ് എന്ന ഓപ്ഷൻ നോ ആയിരിക്കും. അത് യെസ് ആക്കി കൊടുത്താൽ ഷോ മോർ ഫീച്ചേഴ്സ്, ഷോ ഓൾ ഫീച്ചേഴ്സ് എന്ന ഓപ്ഷൻ യെസ് ആക്കി കൊടുത്താൽ ഇങ്ങനെ വിൻഡോ വലുതായിട്ട് വരുന്നതായിരിക്കും. ദെൻ ഇപ്പോൾ കഴ്സർ മെയിൻ അക്കൗണ്ട്സ് എന്നുള്ളതിലാണ് നിൽക്കുന്നത്. ദെൻ എൻ്റർ കീ കൊടുക്കാം. ഇത് കണ്ടല്ലോ, നമുക്ക് ആവശ്യമായ ഓപ്ഷൻസ് മാത്രം നമുക്ക് യെസ് കൊടുത്താൽ മതി. അതവിടെ കൊടുത്ത് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്കിവിടെ ആവശ്യം, ഞാൻ പറഞ്ഞു, കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്കിത് F11 ഫീച്ചേഴ്സ് ആണ് ഇവിടെ ആക്റ്റീവായി നിൽക്കുന്നത്. സോ ഇവിടെ GST കാൽക്കുലേഷൻ, നമുക്ക് GST കോൺഫിഗറേഷൻ എനേബിൾ ചെയ്യണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ്. സോ ഇതാണ് ആ പോർഷൻ. ഇത് കണ്ടല്ലോ, ടാക്സേഷൻ എന്നതിൻ്റെ അണ്ടറിൽ എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് എഴുതിയിരിക്കുന്ന ഈ പോർഷൻ യെസ് ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ യെസ് ആണ്. ഞാൻ ജസ്റ്റ് എൻ്റർ കീ കൊടുക്കുവാണ്. എൻ്റർ കീ കൊടുത്താൽ ഉടനെ GST ഡീറ്റെയിൽസ് എന്ന മറ്റൊരു വിൻഡോ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത സ്റ്റേറ്റ് ആണ് ഉള്ളത്, അവിടെ ചേഞ്ച് വരുത്തണ്ട. ദെൻ രജിസ്ട്രേഷൻ ടൈപ്പിൽ ചേഞ്ച് വരുത്തണ്ട. നെക്സ്റ്റ് താഴേക്ക്
GST ആപ്ലിക്കബിൾ ഫ്രം നമ്മൾ കൊടുത്ത സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആണ്. ഇവിടെ ഒന്നും മാറ്റം വരുത്തേണ്ടതില്ല. നമ്മളിപ്പോൾ ലേണിംഗ് എഡിഷൻ ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്നും മാറ്റം വരുത്തുന്നില്ല. ഓക്കെ, നമുക്ക് മാറ്റം വരുത്തേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് കണ്ടല്ലോ, സെറ്റ് ബാർ ഓൾട്ടർ GST റേറ്റ് ഡീറ്റെയിൽസ്. സോ GST ഡീറ്റെയിൽസ് എന്ന ഈ വിൻഡോയിൽ ഞാൻ മാറ്റം വരുത്താൻ പോകുന്നത് ഈ ഓപ്ഷനാണ്, സെറ്റ് ഓർ ഓൾട്ടർ GST റേറ്റ് ഡീറ്റെയിൽസ്. ഇവിടെ ഞാൻ എസ് സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഇത് കണ്ടല്ലോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ടാക്സ് ഡീറ്റെയിൽസ് നമുക്ക് അൺനൗൺ കൊടുക്കാം. ഓക്കെ, അതായത് നമ്മളിപ്പോൾ കമ്പനി ക്രിയേഷൻ്റെ സമയത്ത് ടാക്സ് ഡീറ്റെയിൽസ് കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഞാനിവിടെ അൺനോൺ കൊടുക്കുവാണ്. അതിനുശേഷം നമുക്ക് എനേബിൾ GST ക്ലാസിഫിക്കേഷൻ എസ് ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ സെറ്റ് ഓർ ഓൾട്ടർ GST റേറ്റ് ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ നിങ്ങളിവിടെ ടാക്സ് ടൈപ്പ് കണ്ടോ, ഇൻ്റഗ്രേറ്റഡ് ടാക്സ്, സെൻട്രൽ ടാക്സ്, സ്റ്റേറ്റ് ടാക്സ് എന്ന് ഇങ്ങനെ സെസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഡിവിഷൻസ് ഉണ്ട്. സോ ഈ ഡിവിഷൻസ് ഇവിടെ ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് F12ന്റെ കോൺഫിഗറേഷൻ എടുക്കാവുന്നതാണ്. ഇത് കണ്ടല്ലോ, അതായത് ടാക്സ് ടൈപ്പ് ചിലപ്പോൾ 2 റേറ്റ് ഇവിടെ കാണത്തുള്ളൂ, ഇങ്ങനെ ഡിവിഷൻ ഉണ്ടാവത്തില്ല. ഇങ്ങനെ ഡിവിഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഡിവിഷൻ വരുന്നതിന് വേണ്ടി നോക്കിയ കോൺഫിഗറേഷൻ കൊടുത്താൽ, ഇവിടെ F12 കൊടുത്താൽ നോക്കി ഈ ഓപ്ഷൻ സെറ്റ് ആയിരിക്കണം. കണ്ടോ, ഷോ ഓൾ GST ടാക്സ് ടൈപ്പ് എന്ന് കൊടുത്താൽ മാത്രമേ സെൻട്രൽ GST, സ്റ്റേറ്റ് GST, ഇൻ്റഗ്രേറ്റഡ് GST എന്ന GSTയുടെ ടാക്സ് ടൈപ്പ് ആക്ടിവേറ്റ് ആയി കിട്ടുകയുള്ളൂ. ഓക്കെ ആണല്ലോ. ഇവിടെ ഞാൻ എക്സ് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ്, കണ്ടോ ഞാനിവിടെ എസ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ടാക്സ് ടൈപ്പ് എടുത്തപ്പോൾ ഇത്രയും പോർഷൻ ഇവിടെ കണ്ടത്. ഇത് ഈ വിൻഡോ GST ഡീറ്റെയിൽസ് ഫോർ കമ്പനി എന്ന വിൻഡോ വരുമ്പോഴാണ് ഇവിടെ ഇത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ F12 എന്ന കോൺഫിഗറേഷൻ ബട്ടൺ കൊടുക്കാനുള്ളത്. ഓക്കെ, ദെൻ എൻ്റർ കീ കൊടുക്കാം. നെക്സ്റ്റ് എനേബിൾ GST ക്ലാസിഫിക്കേഷൻസ് എന്ന ഇവിടെ ഒരു ഓപ്ഷനും എസ് ആക്കി കൊടുക്കാം. കണ്ടല്ലോ, നോക്കി ബാക്കി വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എൻ്റർ കീ കൊടുക്കുക, അവിടെ ഒന്നും ചേഞ്ച് വരുത്തണ്ട. ദെൻ ആക്സെപ്റ്റ് ബട്ടൺ കൊടുക്കുക. ഓക്കെ, ആക്സെപ്റ്റ് കൊടുക്കുക. വീണ്ടും നമുക്ക് പഴയ വിൻഡോയിലേക്ക് നമ്മളിവിടെ തിരിച്ചു വന്നു. ഓക്കെ, ദെൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എൻ്റർ കീ കൊടുത്തിട്ട് ഫുൾ എൻ്റർ കീ കൊടുത്ത് ഈ ഒരു ഓപ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്ത ഓപ്ഷൻ ആക്സെപ്റ്റ് ബട്ടൺ കൊടുത്ത് ആക്സെപ്റ്റ് ചെയ്യുക. കണ്ടല്ലോ, നോക്കി നമ്മളിപ്പോൾ GST11 എന്ന ഇങ്ങനെ ഒരു കമ്പനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് GSTയിലെ GST എൻ്റർ ചെയ്യുന്നതിന് ആവശ്യമായ ഫസ്റ്റ് സ്റ്റെപ്പ് GST കോൺഫിഗറേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇനി ലെഡ്ജർ ക്രിയേഷൻ ആണ്. ലെഡ്ജർ ക്രിയേഷനിൽ ഗേറ്റ്വേ ഓഫ് ടാലി എന്ന ഈ ഓപ്ഷനിൽ നിന്നും നമുക്ക് ക്രിയേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഈ ലിസ്റ്റ് ഓഫ് മാസ്റ്റേഴ്സ് എന്ന ഗ്രൂപ്പിൽ നിന്നും ലെഡ്ജർ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലെഡ്ജറിൻ്റെ വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ലെഡ്ജർ ക്രിയേഷൻ എന്ന ഈ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട GST എപ്പോഴും എൻ്റർ ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്യേണ്ട ലെഡ്ജേഴ്സ് എന്ന് പറയുന്നത് GST ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യണം, പാർട്ടി ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം, പർച്ചേസ് ആൻഡ് സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ, പർച്ചേസ് സെയിൽസ് എന്നീ ലെഡ്ജേഴ്സും ക്രിയേറ്റ് ചെയ്യണം. ആദ്യം നമുക്ക് പർച്ചേസ് ആൻഡ് സെയിൽസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ GST എങ്ങനെ എനേബിൾ ചെയ്ത് കൊടുക്കും ആ ലെഡ്ജർ ക്രിയേഷൻ നമുക്ക് നോക്കാം. ആദ്യം പർച്ചേസ് ലെഡ്ജർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാനിവിടെ നെയിം എന്ന പ്ലേസിൽ പർച്ചേസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ്. ദെൻ എൻ്റർ കീ കൊടുക്കുക. പർച്ചേസ് എന്ന് പറയുന്നത് വരുന്ന ലെഡ്ജറിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് പർച്ചേസ് തന്നെയാണ്. സോ നമുക്ക് P കൊടുത്തതിന് ശേഷം ലെഡ്ജേഴ്സ് ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സിൽ നിന്ന് നമുക്ക് പർച്ചേസ് അക്കൗണ്ട് സെലക്ട് ചെയ്തെടുക്കാം. ദെൻ ഈ ഓപ്ഷൻ ടൈപ്പ് ഓഫ് ലെഡ്ജർ ഇവിടെ സ്കിപ്പ് ചെയ്യുക. നെക്സ്റ്റ് ഓപ്ഷൻ സ്കിപ്പ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് GST എൻ്റർ ചെയ്യുമ്പോൾ പർച്ചേസ് ലെഡ്ജർ ക്രിയേഷനിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു പോർഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ GST ആപ്ലിക്കബിൾ എന്നുള്ളത് ആപ്ലിക്കബിൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഓപ്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓപ്ഷൻ, അതായത് സെറ്റ് ബാർ ഓൾട്ടർ GST ഡീറ്റെയിൽസ്. ഇവിടെ നോ ആണ് ഓൾറെഡി ഉള്ളത്, നമ്മളിവിടെ എസ് എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. സോ എസ് ടൈപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് എൻ്റർ കീ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ GST ഡീറ്റെയിൽസ് ഫോർ ലെഡ്ജർ എന്ന് വരുന്നത് കാണാം. ഇവിടെ ക്ലാസിഫിക്കേഷൻ അൺഡിഫൈൻഡ് തന്നെയാണ്. ദെൻ എൻ്റർ കീ കൊടുക്കുക. ഇവിടെ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ, ഈ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ എന്ന ബോക്സിൽ നിന്നും
പർച്ചേസ് ടാക്സബിൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, പർച്ചേസ് ടാക്സബിൾ. സോ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ പർച്ചേസ് ടാക്സബിൾ ആയിരിക്കണം. ടാക്സബിലിറ്റി ടാക്സബിൾ ആണ്. ടാക്സ് ടൈപ്പ് ആണ് ഇവിടെ കൊടുക്കാനുള്ളത്. സോ നിങ്ങൾ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഐറ്റം ആണോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ടാക്സ് നിർണ്ണയിക്കുന്നത്. 5% അല്ലെങ്കിൽ 12%, 28% ഒക്കെ നമുക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 5% ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്കിവിടെ 5 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടോ? സോ ഇൻറ്റഗ്രേറ്റഡ് ടാക്സ് 5 എന്ന് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും 2.5 വെച്ചിട്ട് വരും. കാരണം GST എന്ന് പറയുന്നത് എന്തുവാണ്? നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താണ് കൊടുക്കുന്നത്. സെൻട്രൽ GST എന്നും സ്റ്റേറ്റ് GST എന്നും. അതാണ് സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും ഈക്വൽ എമൗണ്ട് ആയിട്ടാണ് സെറ്റ് ചെയ്ത് പോകുന്നത് GST ആപ്ലിക്കബിൾ ആകുമ്പോൾ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളുടെ ഇൻറ്റഗ്രേറ്റഡ് ടാക്സ് 5 കൊടുത്തപ്പോൾ ഈക്വൽ ആയിട്ട് സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും ഡിവൈഡ് ചെയ്തത്. ദെൻ എൻ്റർ കീ കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം ടൈപ്പ് ഓഫ് സപ്ലൈ എന്നുള്ളത് നമുക്ക് ഗുഡ്സോ സർവീസോ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഗുഡ്സ് സെലക്ട് ചെയ്യുവാണ്. ദെൻ എൻ്റർ കീ കൊടുത്ത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അക്സെപ്റ്റ് ബട്ടൺ വരണ വരെ കൊടുക്കുക. സോ GST എൻ്റർ ചെയ്യുമ്പോൾ പർച്ചേസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് GSTയുടെ ഓപ്ഷൻസ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട പോർഷൻ GST ആപ്ലിക്കബിൾ കൊടുക്കുക. സെറ്റ് ഓർ ഓൾട്ടർ GST ഡീറ്റെയിൽസിൽ യെസ് സെറ്റ് ചെയ്ത് ആ വാല്യൂ എത്രയാണോ അതവിടെ കൊടുക്കുക. ദെൻ ആക്സെപ്റ്റ് ബട്ടൺ കൊടുക്കുക. നമുക്ക് ഇതുപോലെ സെയിൽസ് ഒന്ന് കൊടുത്ത് നോക്കാം. ഞാനിവിടെ സെയിൽസ് എന്ന് നെയിം ടൈപ്പ് ചെയ്യുവാണ്. ദെൻ എൻ്റർ കീ കൊടുക്കുക. അണ്ടർ സെയിൽസ് എന്ന ലെഡ്ജറിൻ്റെ അണ്ടർ ഗ്രൂപ്പ് സെയിൽസ് തന്നെയാണ്. നമുക്ക് അതുകൊണ്ട് സെയിൽസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ ഞാൻ സെയിൽസ് സെലക്ട് ചെയ്തു. ഇവിടെയും ടൈപ്പ് ഓഫ് ലെഡ്ജർ നമുക്ക് വേണ്ട. നെക്സ്റ്റ് ഈസ് GST ആപ്ലിക്കബിൾ? യെസ് ആപ്ലിക്കബിൾ. സെറ്റ് ഓർ ഓൾട്ടർ GST ഡീറ്റെയിൽസ് അവിടെ യെസ് ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, ഇവിടെയും ക്ലാസിഫിക്കേഷൻ അൺഡിഫൈൻഡ് ആണ്. നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ ഇവിടെ വരുമ്പോൾ സെയിൽസിന്റെ ലെഡ്ജർ ആയതുകൊണ്ട് നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ ഈ ബോക്സിൽ നിന്നും നമുക്ക് സെയിൽസ് ടാക്സബിൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കി കൊടുക്കുക. കണ്ടല്ലോ, അതിനുശേഷം ടാക്സബിലിറ്റി ടാക്സബിൾ അവിടെ ഓൾറെഡി ഉണ്ട്. ടാക്സ് ടൈപ്പ് ഇൻറ്റഗ്രേറ്റഡ് ടാക്സ് വരുമ്പോൾ 5% കൊടുക്കുക. കണ്ടല്ലോ, അവിടെ മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ദെൻ എൻ്റർ കീ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആണ് ഡിവിഷൻ സെൻട്രൽ ടാക്സിനും സ്റ്റേറ്റ് ടാക്സിനും വരുന്നത്. കണ്ടല്ലോ. ദെൻ ടൈപ്പ് ഓഫ് സപ്ലൈ ഇവിടുന്ന് ഗുഡ്സ് സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യാം. വീണ്ടും നമുക്ക് ഇതുപോലെ അക്സെപ്റ്റ് ചെയ്യാം. ഇതുപോലെ പർച്ചേസ് റിട്ടേണും സെയിൽസ് റിട്ടേണും നമ്മുടെ ട്രാൻസാക്ഷനിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ അതും കൂടി ഒന്ന് കൊടുക്കാം. പർച്ചേസ് റിട്ടേൺ വരുന്നതിൻ്റെ അണ്ടർ പർച്ചേസ് ആണ്. സോ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് സെലക്ട് ചെയ്യാം. ഇവിടെയും അതുപോലെ ഈ രണ്ട് ഓപ്ഷൻ സ്കിപ്പ് ചെയ്യാം. സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസ് വരുമ്പോൾ ഈസ് GST ആപ്ലിക്കബിൾ എന്നുള്ളത് ആപ്ലിക്കബിൾ. സെറ്റ് ഓർ ഓൾട്ടർ GST ഡീറ്റെയിൽസ് യെസ് കൊടുക്കുക. ക്ലാസിഫിക്കേഷൻ അൺഡിഫൈൻഡ്. നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പർച്ചേസ് റിട്ടേൺ വരുമ്പോഴും നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ പർച്ചേസ് ടാക്സബിൾ ആണ്. കണ്ടല്ലോ. അതിനുശേഷം നമുക്കിവിടെ ഇൻറ്റഗ്രേറ്റഡ് ടാക്സ് 5 എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. അവിടെയും കൊടുക്കണം. ദെൻ ടൈപ്പ് ഓഫ് സപ്ലൈ നമ്മൾ ഗുഡ്സ് സെലക്ട് ചെയ്തു. ദെൻ എൻ്റർ കീ കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് സെയിൽസ് റിട്ടേണും കൂടെ കൊടുക്കാം. സെയിൽസ് റിട്ടേണിൻ്റെ അണ്ടറും സെയിൽസ് ആണ് ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സിനുള്ളിൽ വരുന്നത്. ലെഡ്ജർ ഹെഡ്. ഓക്കെ, ദെൻ സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസ് വരുമ്പോൾ ഈസ് GST ആപ്ലിക്കബിൾ. സെറ്റ് ഓർ ഓൾട്ടർ GST ഡീറ്റെയിൽസ് നമുക്ക് എസ് കൊടുക്കാം. ഇവിടെയും ക്ലാസിഫിക്കേഷൻ അൺഡിഫൈൻഡ്. നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ വരുമ്പോൾ സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത് സെയിൽസ് ടാക്സബിൾ ആണ്. കണ്ടല്ലോ. ദെൻ ഇൻഡിക്കേറ്റഡ് ടാക്സ് നമുക്ക് 5% എന്ന് കൊടുക്കാം. ദെൻ എൻ്റർ കീ കൊടുത്ത് അക്സെപ്റ്റ് ടൈപ്പ് ഓഫ് സപ്ലൈ ഗുഡ്സ് സെലക്ട് ചെയ്തിട്ട് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മളിപ്പോൾ പർച്ചേസ്, സെയിൽസ്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ ഇങ്ങനെ 4 ലെഡ്ജേഴ്സ് ആണ് GST എനേബിൾ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് കൊടുക്കേണ്ടത് GST ലെഡ്ജേഴ്സ് ആണ്. GST ലെഡ്ജേഴ്സ് എന്ന് പറയുന്നത് സെൻട്രൽ GST, സ്റ്റേറ്റ് GST, ഇൻറ്റഗ്രേറ്റഡ് GST. സോ നമ്മളിപ്പോൾ ഇവിടെ ലേണിംഗ് എഡിഷനിൽ ഇൻറ്റഗ്രേറ്റഡ് GST നമ്മൾ എടുക്കുന്നില്ല. സെൻട്രൽ GSTയും സ്റ്റേറ്റ് GST നമുക്ക് ക്രിയേറ്റ് ചെയ്യാം.
അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുള്ളത് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മീൻസ് GST ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പർച്ചേസുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന രണ്ട് GST ലെഡ്ജേഴ്സ് ആണ് ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST എന്നുള്ളത്. ഇൻപുട്ട് സെൻട്രൽ GST, ഇൻപുട്ട് സ്റ്റേറ്റ് GST എന്നുള്ളത് പർച്ചേസിന് മാത്രമായിട്ട് അത് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ സെയിൽസ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് എനേബിൾ ആകുന്നതിന് വേണ്ടിയിട്ട് ഔട്ട്പുട്ട് CGST, ഔട്ട്പുട്ട് SGST ഇങ്ങനെ രണ്ട് ലെഡ്ജേഴ്സും ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, സോ പർച്ചേസിന് മാത്രമായിട്ട് രണ്ട് GST ലെഡ്ജേഴ്സ് എങ്ങനെയാണ്? ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST. സെയിൽസിന് മാത്രമായിട്ട് രണ്ട് GST ലെഡ്ജേഴ്സ്, ഔട്ട്പുട്ട് CGST, ഔട്ട്പുട്ട് SGST. ഓക്കെ ആണോ? നമുക്ക് ഈ 4 ലെഡ്ജേഴ്സും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ദ ഫസ്റ്റ് വൺ ഇൻപുട്ട് CGST കണ്ടല്ലോ, ഞാൻ അവിടെ ആ നെയിം ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇവിടെ നെക്സ്റ്റ് എൻ്റർ കീ കൊടുത്ത അണ്ടർ വരുമ്പോൾ നമുക്ക് ടാക്സ് ലെഡ്ജർ ആണ് അല്ലേ, GST ടാക്സ് ലെഡ്ജർ ആണ്. സോ ആ ലെഡ്ജർ വരുന്ന അണ്ടർ, അതായത് ലെഡ്ജറിന്റെ ഹെഡ് എന്ന് പറയുന്നത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിന്റെ അണ്ടറിലാണ് ടാക്സ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് ലെഡ്ജർ ക്രിയേഷനിൽ കൊടുക്കുന്നത്. അത് ശ്രദ്ധിക്കുക. നമുക്ക് ഇവിടുന്ന് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ D കൊടുത്തപ്പോൾ ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സിൽ ഇവിടെ ഇത് ആക്റ്റീവായിട്ട് വന്നു. ഇവിടെ നിന്ന് നമുക്ക് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. കണ്ടല്ലോ, അണ്ടർ എന്നത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്. ഞാനിവിടെ ഇൻപുട്ട് CGST ആണ് കൊടുത്തിരിക്കുന്നത്. കണ്ടല്ലോ, നോക്കിയേ. ഇനി ടൈപ്പ് ഓഫ് ഡ്യൂട്ടീസ് ബാർ ടാക്സസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് GST സെലക്ട് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. ടാക്സ് ടൈപ്പ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഓപ്ഷനാണ്. നിങ്ങൾ ഇവിടെ എന്താണോ കൊടുത്തിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ടാക്സ് ടൈപ്പ് സെലക്ട് ചെയ്യാനുള്ളത്. നമ്മളിപ്പോൾ ഇൻപുട്ട് CGST കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇവിടെ നിന്നും സെൻട്രൽ ടാക്സ് സെലക്ട് ചെയ്യാം. കണ്ടല്ലോ, അപ്പോൾ ഇവിടെ എപ്പോഴും ടാക്സ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ നെയിം കൊടുക്കുക. അണ്ടർ എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കൊടുക്കുക. ടൈപ്പ് ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് GST സെലക്ട് ചെയ്യുക. ഇവിടെ സെൻട്രലാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ടാക്സ് ടൈപ്പ് സെൻട്രൽ ടാക്സ് എടുക്കുക. ദെൻ എൻ്റർ കീ കൊടുത്ത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഈ ഒരു ലെഡ്ജർ ക്രിയേഷൻ ഞാൻ അക്സെപ്റ്റ് ചെയ്യുവാണ്. സോ CGST ആണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. നമുക്ക് ഇതുപോലെ ഇൻപുട്ട് SGST കൊടുക്കാം. കണ്ടല്ലോ, അതും അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ്. നമുക്ക് ടൈപ്പ് ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് GST സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഇൻപുട്ട് SGST ആണ് നെയിം കൊടുത്തിരിക്കുന്നത്, അതായത് സ്റ്റേറ്റ് GST. അതുകൊണ്ട് ടാക്സ് ടൈപ്പ് നമുക്ക് ഇവിടുന്ന് സ്റ്റേറ്റ് ടാക്സ് സെലക്ട് ചെയ്യണം. ദെൻ എൻ്റർ കീ കൊടുത്ത് ബാക്കി ഓപ്ഷൻസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഇപ്പോൾ രണ്ടെണ്ണം നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST. ഇനി രണ്ടെണ്ണം ക്രിയേറ്റ് ചെയ്യാനുള്ളത് ഇതുപോലെ ഔട്ട്പുട്ട് CGST, ഔട്ട്പുട്ട് SGST. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഔട്ട്പുട്ട് CGST, ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്. ഇവിടെ നിന്ന് GST എടുക്കുക. നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് CGST മീൻസ് സെൻട്രൽ ടാക്സ് ആണ്. സോ സെൻട്രൽ. ദെൻ എൻ്റർ കീ കൊടുത്ത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അതുപോലെ ഔട്ട്പുട്ട് SGST. ഓക്കെ, ദെൻ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്, ടൈപ്സ് ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് GST എടുത്തു. ഇവിടെ ഔട്ട്പുട്ട് SGST സ്റ്റേറ്റ് ആയതുകൊണ്ട് സ്റ്റേറ്റ് GST ആണ്, നമുക്ക് അതുകൊണ്ട് ടാക്സ് ടൈപ്പ് സ്റ്റേറ്റ് ചൂസ് ചെയ്യാം. ദെൻ എൻ്റർ കീ കൊടുത്ത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് GST ലെഡ്ജേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ആണോ? പർച്ചേസ് നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്തത് പർച്ചേസ്, സെയിൽസ്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ, അവിടെ GST എനേബിൾ ചെയ്തു. സെക്കൻഡ് നമ്മൾ വന്നത് GST ലെഡ്ജേഴ്സ് ആയ ഇൻപുട്ട് SGST, ഇൻപുട്ട് CGST അത് പർച്ചേസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ ഔട്ട്പുട്ട് CGST, ഔട്ട്പുട്ട് SGST സെയിൽസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ഇനി വേണ്ടത് പാർട്ടി ലെഡ്ജർ ആണ്. ഓക്കെ, അതായത് ഈ പർച്ചേസ് ട്രാൻസാക്ഷൻസോ അല്ലെങ്കിൽ സെയിൽസ് ട്രാൻസാക്ഷൻസോ നടക്കുമ്പോൾ ക്രെഡിറ്റ് ടൈപ്പ് ആണ് നടക്കുന്നതെങ്കിൽ അവിടെ പാർട്ടി വരുമല്ലോ. സോ അതായത് ഒരു സപ്ലയർ ആൻഡ് ഒരു കസ്റ്റമർ. ഓക്കെ, സോ നമുക്ക് പാർട്ടി അക്കൗണ്ട് ഉടനെ ക്രിയേറ്റ് ചെയ്യാം. അനിൽ എന്ന ഒരു പാർട്ടി അക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഓക്കെ, സോ അനിൽ എന്ന് കൊടുക്കുന്നത് ഞാൻ പർച്ചേസുമായി റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തി എന്നുള്ള രീതിയിലാണ്. സോ നമുക്ക് അണ്ടർ സൺഡി ക്രെഡിറ്റർ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ
പാർട്ടി ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ജി എസ് ടിയുമായിട്ട് ഒരു റിലേഷനും ഇതിനില്ല. നോർമലി ഒരു ലെഡ്ജർ നമ്മൾ എങ്ങനെ പാർട്ടി ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമോ അതുപോലെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് 2 കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് നെയിം കൊടുക്കാം, അതുപോലെ അണ്ടർ സബ്ജക്ട് ക്രെഡിറ്റേഴ്സും. ഞാൻ ലേണിംഗ് എഡിഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. നമുക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ മെയിലിംഗ് ഡീറ്റെയിൽസോ ബാങ്കിങ് ഡീറ്റെയിൽസോ നമുക്ക് ടാക്സ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, നമുക്ക് ജി എസ് ടി നമ്പർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ദെൻ എൻ്റർ കീ കൊടുത്ത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് ഇവിടുന്ന് ഞാനൊരു സെയിൽസിനുമായി റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തി എന്നുള്ള രീതിയിൽ സൺഡേ ഡെപ്റ്റോസ് കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്. സോ സൺഡേ ഡെപ്റ്റോസ് എൻ്റർ കീ കൊടുത്ത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയും ആയപ്പോൾ നമ്മുടെ ലെഡ്ജർ ക്രിയേഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ ആണോ? പർച്ചേസ്, സെയിൽസ്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ, ജി എസ് ടി ലെഡ്ജേഴ്സ്, പാർട്ടി ലെഡ്ജേഴ്സ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്ത് അതിൽ ജി എസ് ടി എനേബിൾ ചെയ്യുക എന്നതാണ്. സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ക്രിയേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ലിസ്റ്റ് ഓഫ് മാസ്റ്റേഴ്സിൽ നിന്നും നമുക്ക് സ്റ്റോക്ക് ഐറ്റം എന്ന ഓപ്ഷൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. കണ്ടോ, സ്റ്റോക്ക് ഐറ്റം. അപ്പോൾ നമുക്കിവിടെ സ്റ്റോക്ക് ഐറ്റം ക്രിയേഷൻ എന്ന വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. നമുക്കിവിടെ ബൾബ് എന്ന ഒരു ഐറ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ബൾബ് എന്ന് കൊടുക്കുവാണ്. കണ്ടല്ലോ, സ്റ്റോക്ക് ഐറ്റം നെയിം ആണ് അവിടെ കൊടുത്തത്. ദെൻ എൻ്റർ കീ കൊടുത്ത് വരിക. ഓക്കെ, ദെൻ ഇവിടെ ഒന്നും മാറ്റം വരുത്തണ്ട, അണ്ടർ ചേഞ്ച് ചെയ്യണ്ട. യൂണിറ്റ്സ് എപ്പോഴും സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് മെഷർമെൻറ്റിലാണ് നമ്മുടെ ഈ ഐറ്റം പർച്ചേസ് ചെയ്തത് അല്ലെങ്കിൽ സെയിൽസ് നടത്തിയത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്പേഴ്സിലാണോ, പാക്കറ്റ് ആയിട്ടാണോ, ലിറ്റേഴ്സ്, കിലോഗ്രാം, അങ്ങനെ ഏത് മെഷർമെന്റ് എന്നുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാനുള്ളത്. സോ നമുക്കിപ്പോൾ ഈ ഒരു വിൻഡോയിൽ നിന്ന് യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. അതിലൊരു ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് ഓൾട്ട് സി ആണ്. സോ ഓൾട്ട് സി കീബോർഡിൽ നിന്ന് പ്രസ് ചെയ്തപ്പോൾ നമുക്കിവിടെ യൂണിറ്റ് ക്രിയേഷൻ എന്നൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നു. ഇവിടെ സിമ്പിൾ എന്ന പ്ലേസിൽ ഞാൻ NOS എന്ന് കൊടുക്കുവാണ്. അതായത് നമ്പേഴ്സിന്റെ ഷോർട്ട് ഫോം ആണ് NOS. ദെൻ എൻ്റർ കീ കൊടുക്കുക. ഫോർമൽ നെയിം NOSന്റെ ഫുൾ ഫോം കൊടുക്കുക, നമ്പർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ വീണ്ടും എൻ്റർ കീ കൊടുക്കുക. നമുക്ക് ഡെസിമൽ പ്ലേസസ് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ആ പോർഷൻ സ്കിപ്പ് ചെയ്യാം. ദെൻ വീണ്ടും എൻ്റർ കീ കൊടുത്ത് ഈ ഒരു യൂണിറ്റ് ക്രിയേഷൻ അക്സെപ്റ്റ് ചെയ്യുക. കണ്ടല്ലോ, ഇവിടെ നമുക്ക് ചേഞ്ച് വരുത്തണ്ട. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് GST ചെയ്യുന്ന സമയത്ത് സ്റ്റോക്ക് ഐറ്റം ക്രിയേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ആണ് ഇത്. കണ്ടല്ലോ, നമുക്ക് GST ആപ്ലിക്കബിൾ എന്ന് കൊടുക്കുക. തൊട്ട് താഴെയായി സെറ്റ് ഓർ ഓൾട്ടർ GST ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ അവിടെ എസ് കൊടുത്തതിന് ശേഷം എൻ്റർ കീ കൊടുക്കുമ്പോൾ മറ്റൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇത് കണ്ടല്ലോ, GST ഡീറ്റെയിൽസ് ഫോർ സ്റ്റോക്ക് ഐറ്റം. ഇവിടെ ക്ലാസിഫിക്കേഷൻ ചേഞ്ച് വരുത്തണ്ട. തൊട്ട് വീണ്ടും എൻ്റർ കീ കൊടുക്കുക. കാൽക്കുലേഷൻ ടൈപ്പ് ഓൺ വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓൺ ഐറ്റം റേറ്റ് അല്ല, ഓൺ വാല്യൂ. അതിനുശേഷം വാല്യൂ ബേസിലാണ് നമ്മളത് ചെയ്യുന്നത്. സോ ടാക്സബിലിറ്റി ഇവിടെ നിന്ന് ടാക്സബിൾ സെലക്ട് ചെയ്യുക. ടാക്സബിൾ കണ്ടോ. അതിനുശേഷം ടാക്സ് ടൈപ്പ് എത്ര പെർസെൻറ്റേജ് ആണോ ആ ഒരു ഐറ്റത്തിന് ഉള്ളത്. ഇപ്പൊ ബൾബ് ആയതുകൊണ്ട് ഞാൻ 5% കൊടുക്കുവാണ്. കണ്ടല്ലോ. സോ ഓട്ടോമാറ്റിക്കലി ഡിവിഷൻ സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് വന്നോളും. ദെൻ എൻ്റർ കീ കൊടുത്ത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ടൈപ്പ് ഓഫ് സപ്ലൈ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ്. ഞാനിവിടെ ഗുഡ്സ് എടുക്കുവാണ്. ദെൻ എൻ്റർ കീ വീണ്ടും എൻ്റർ കീ കൊടുത്ത് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഐറ്റം ക്രിയേഷൻ ആക്സെപ്റ്റ് ചെയ്തെടുക്കാം. കണ്ടല്ലോ, ഞാനിവിടെ ഒരു ഐറ്റമേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് ബാക്കിലേക്ക് പോകാം. ഈ വിൻഡോ വീണ്ടും കീബോർഡിലെ എസ്കേപ്പ് കീ കൊടുത്തതിന് ശേഷം 2 പ്രാവശ്യം എസ്കേപ്പ് കീ കൊടുത്ത് ഗേറ്റ്വേ ഓഫ് ടാലി എന്നുള്ള ഈ ഓപ്ഷനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇങ്ങനെ നമുക്ക് എത്ര സ്റ്റോക്ക് ഐറ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താലും ആ ഓരോ സ്റ്റോക്ക് ഐറ്റത്തിനും ഏത് GST റേറ്റ് ആണോ ഉള്ളത് ആ റേറ്റ് സ്പെസിഫൈ ചെയ്ത് ഓൺ വാല്യൂ ടാക്സബിൾ ആയി അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വൗച്ചർ ക്രിയേഷൻ ആണ്. വൗച്ചർ ക്രിയേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഗേറ്റ്വേ ഓഫ് ടാലിയിൽ വൗച്ചേഴ്സ് എന്ന ഓപ്ഷൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അക്കൗണ്ടിംഗ് വൗച്ചർ ക്രിയേഷൻ എന്ന ഇങ്ങനെ ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇവിടെ നിന്നും നമുക്ക് പർച്ചേസ് ആണ് ഞാൻ ആദ്യം കൊടുക്കുന്ന വൗച്ചർ, പർച്ചേസ് വൗച്ചർ ആണ്. സോ നമുക്ക് 2 രീതിയിൽ പർച്ചേസ് വൗച്ചർ സെലക്ട് ചെയ്യാം. ഒന്നുകിൽ കീബോർഡിലെ F9 കീ കൊടുക്കുക, അത് അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ
വലത് സൈഡിലുള്ള ബട്ടൺ പാനലിൽ നിന്നും പർച്ചേസ് എന്ന ഓപ്ഷൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തെടുക്കുക. ഇവിടെ എപ്പോഴും പർച്ചേസ് എന്ന വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആക്റ്റീവായി നിൽക്കുന്ന മോഡ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഐറ്റം ഇൻവോയ്സ് ആണെന്ന് ഉറപ്പ് വരുത്തുക. കാരണം ഐറ്റം ഇൻവോയ്സ് മോഡിലാണ് പർച്ചേസ് വൗച്ചറിൽ സ്റ്റോക്ക് ഐറ്റം എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അത് കൺഫേം ചെയ്യാൻ നമുക്ക് ഇവിടത്ത് ഈ ഒരു സ്ക്രീനിന്റെ വലത് ഭാഗത്തായി ചേഞ്ച് മോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഒന്നുകൂടെ കൺഫേം ചെയ്യുക. ഐറ്റം ഇൻവോയ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ മോഡാണ് ഓപ്പൺ ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളത്. ഓക്കെ, നമുക്കിനി എൻ്റർ ചെയ്യാം, ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. സോ സപ്ലയർ ഇൻവോയ്സ് നമ്പർ ഇവിടെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ ഡേറ്റ് നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. F2 ബട്ടൺ പ്രസ് ചെയ്തിട്ട് വേണമെങ്കിലും ട്രാൻസാക്ഷന്റെ ഡേറ്റ് ഏതാണോ ആ ഡേറ്റ് അവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ ഉണ്ട്, നമുക്ക് വലത് സൈഡിൽ F2 എന്നുള്ള ഡേറ്റ് ഓപ്ഷൻ ഉണ്ട്, ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ നടന്ന സ്പെസിഫിക് ഡേറ്റ് ഏതാണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ദെൻ എൻ്റർ കീ കൊടുക്കുക. പാർട്ടി അക്കൗണ്ട് നെയിം ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അനിൽ എന്നുള്ളത്. സോ അനിൽ ഇവിടെ ലിസ്റ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ടിൽ നിന്നും ഞാൻ എൻ്റർ കീ കൊടുത്ത് സെലക്ട് ചെയ്യുവാണ്. റെസിപ്റ്റ് ഡീറ്റെയിൽസ് ഒന്നെങ്കിലും കൊടുക്കാം, അതല്ലെങ്കിൽ എൻ്റർ കീ കൊടുത്ത് സ്കിപ്പ് ചെയ്യാം. പാർട്ടി ഡീറ്റെയിൽസും നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പർച്ചേസ് ലെഡ്ജർ ഞാൻ ആദ്യം പർച്ചേസ് ആണ്, ട്രാൻസാക്ഷൻസ് ആണ് വൗച്ചറിൽ എൻ്റർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് എടുക്കാം. കണ്ടല്ലോ. ദെൻ നെയിം ഓഫ് ഐറ്റം ഞാനിവിടെ ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഐറ്റം എടുക്കാം, ബൾബ് എന്നൊരു ഐറ്റം. സോ ബി എന്ന് കൊടുത്താൽ നമുക്ക് ലിസ്റ്റ് ഓഫ് സ്റ്റോക്ക് ഐറ്റത്തിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഐറ്റം ഇവിടെ വന്നു. ഇതേ കണ്ടല്ലോ. ദെൻ എൻ്റർ കീ കൊടുത്തു. ക്വാണ്ടിറ്റി നമുക്കുണ്ട്, ഞാനൊരു 100 ബൾബ് കൊടുക്കുവാണ്, ഒരു 50 rupees വെച്ചിട്ട്. ഓക്കെ, ദെൻ എമൗണ്ട് വന്നത് കണ്ടല്ലോ, 5000 എന്ന് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് വന്നു. നമുക്ക് ഇനിയാണ് GST ആക്ച്വൽ കാൽക്കുലേഷൻ ഇവിടെ വരാനുള്ളത്. ഓക്കെ, ദെൻ എൻ്റർ കീ കൊടുത്ത് 5000 അവിടെ കഴ്സർ വന്നതിന് ശേഷം ഫസ്റ്റ് ഒരു പ്രാവശ്യം കൂടെ എൻ്റർ ചെയ്യുക. കീബോർഡിൽ ഒരൊറ്റ പ്രാവശ്യം എൻ്റർ ചെയ്യുക, എഗെയിൻ ഒരു എൻ്റർ കൂടെ. സോ 2 പ്രാവശ്യം എൻ്റർ കീ കൊടുത്തതിന് ശേഷം കഴ്സർ ഈ രീതിയിൽ വരും. കണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ കഴ്സർ വരുമ്പോൾ ഇവിടെ നിന്നും ഇത് പർച്ചേസ് ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് പർച്ചേസുമായി റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന GST ലെഡ്ജർ എന്ന് പറയുന്നത് ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST ആണ്. ഓൾറെഡി നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഇവിടെ നിന്ന് ആക്ടിവേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, സോ I എന്ന് കൊടുക്കുമ്പോൾ നോക്കിയേ, ഇവിടെ I എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ലിസ്റ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ടിൽ നിന്ന് CGST SGST നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് വരും. നമുക്ക് ഫസ്റ്റ് വൺ ആദ്യം എടുക്കാം, ഇൻപുട്ട് CGST. കണ്ടല്ലോ, നോക്കി ഇത് കണ്ടോ, 125 എന്ന ഓട്ടോമാറ്റിക് കാൽക്കുലേഷൻ വന്നത്. ഇങ്ങനെയാണ് പർച്ചേസ് വൗച്ചറിൽ GST എൻ്റർ ചെയ്യുന്നത്. നമ്മൾ ഇത്രയും കൊടുത്ത എല്ലാ ഓപ്ഷൻസും കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ്. അതായത് ഫസ്റ്റ് നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്തപ്പോൾ അവിടെ GST എനേബിൾ ചെയ്തു, ലെഡ്ജർ കൊടുത്തപ്പോൾ അവിടെ എല്ലാം GST എനേബിൾ ചെയ്തു, സ്റ്റോക്ക് ഐറ്റം കൊടുത്തപ്പോൾ GST എനേബിൾ ചെയ്തു. ഈ എല്ലാ GST എനേബിളും കറക്റ്റായിട്ട് വരുമ്പോഴാണ് ഇവിടെ ഓട്ടോമാറ്റിക് കാൽക്കുലേഷൻ ഇങ്ങനെ വരുന്നത്. ഇത് കണ്ടല്ലോ, 5000 5% ആണ്. നമുക്ക് എത്രയാണ് കൊടുത്ത GST 5% ആണ്. സോ ഈക്വൽ ഡിവിഷൻ ആണ് ഇവിടെ വരുന്നത്, 2.5% വെച്ചിട്ട്. നമുക്ക് ഇവിടെ ഇത് മാത്രം പോരെ, ഒരു പ്രാവശ്യം കൂടെ എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് വീണ്ടും ഇൻപുട്സ് SGST കൂടെ കൊടുക്കുക. കണ്ടല്ലോ, 125, അതായത് 5000ന്റെ 5% എന്ന് പറയുന്നത് 250. അതിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻപുട്ട് CGST, ഇൻപുട്ട് സെൻട്രൽ GST, ഇൻപുട്ട് സ്റ്റേറ്റ് GST, ഇങ്ങനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് അത് 2 സ്ഥലത്തേക്കും ആ GST പോകുന്നത്. ഓക്കെ, സോ 2ആയിട്ട് നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്ത് കാണിച്ചേക്കുവാണ്. ഇവിടെ ഓട്ടോമാറ്റിക് കാൽക്കുലേഷൻ ആണ് ഈ പോർഷനിൽ വന്നിരിക്കുന്നത്. സോ ഇവിടെ 5000 നമ്മളെ എമൗണ്ട് ആണ്, GST റേറ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് ടോട്ടൽ എമൗണ്ട് ഇവിടെ കാണിക്കുന്നത്. കണ്ടല്ലോ, അതായത് 5250 എന്നുള്ള എമൗണ്ട് ഇവിടെ ആഡ് ചെയ്തിട്ടാണ് ഈ പോർഷൻ നമുക്ക് കാണിക്കുന്നത്. ഇതൊക്കെയാണോ? ദെൻ എൻ്റർ കീ കൊടുത്ത് നമുക്ക് വിൻഡോ ആക്സെപ്റ്റ് ചെയ്യാം. കണ്ടല്ലോ, സോ ഇങ്ങനെയാണ് പർച്ചേസ് ട്രാൻസാക്ഷൻ, പർച്ചേസ് വൗച്ചറിൽ GST എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിത് റിട്ടേൺ നോക്കാം. പർച്ചേസ് റിട്ടേൺ, അതായത് ഇപ്പോൾ നമ്മൾ 100 ഐറ്റം ആണ് പർച്ചേസ് ചെയ്തത് അല്ലേ. നമുക്ക് നോക്കാം, റിട്ടേൺ ഒന്ന് നോക്കാം എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത്. പർച്ചേസ് റിട്ടേൺ ട്രാൻസാക്ഷൻസ് നമുക്ക് കൊടുക്കുന്നതിൽ ഓപ്പണായി വരേണ്ട വൗച്ചർ വിൻഡോ എന്ന് പറയുന്നത് ഡെബിറ്റ് നോട്ട് വൗച്ചർ ആണ്. അപ്പോൾ
ആ വിൻഡോ ഡെബിറ്റ് നോട്ട് വൗച്ചറിന്റെ വിൻഡോ പർച്ചേസ് റിട്ടേൺ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി ആക്ടിവേറ്റ് ചെയ്യുന്നതിന് ചെയ്യേണ്ടത് നമുക്ക് നോക്കി നമ്മൾ ഇവിടെയുള്ള ഈ ഒരു സ്ക്രീനിൽ വലത് സൈഡിൽ അതർ വൗച്ചേഴ്സ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ വരുന്ന ലിസ്റ്റ് ഓഫ് വൗച്ചേഴ്സിൽ നിന്നും നമുക്ക് ഡെബിറ്റ് നോട്ട് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ കീബോർഡിലെ ഓൾട്ട് F5 എന്ന കീ പ്രസ് ചെയ്തിട്ടും കീ കോമ്പിനേഷൻ പ്രസ് ചെയ്തും ഡെബിറ്റ് നോട്ട് വിൻഡോ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. സോ ഡെബിറ്റ് നോട്ട് എന്നുള്ള വിൻഡോ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇത് കണ്ടല്ലോ, അത് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഡെബിറ്റ് നോട്ട് എന്നൊരു വിൻഡോ നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് അക്കൗണ്ടിങ് വൗച്ചർ ക്രിയേഷനിൽ പർച്ചേസ് റിട്ടേൺ വൗച്ചർ കൊടുക്കുമ്പോൾ ഡെബിറ്റ് നോട്ട് വൗച്ചറിലാണ് പർച്ചേസ് റിട്ടേൺ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ ഇത് വിൻഡോ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ചേഞ്ച് മോഡ് എന്ന് പറയുന്നത് ഐറ്റം ഇൻവോയ്സ് ആണെന്നും കൂടെ കൺഫേം ചെയ്യുക. ഇത് നമുക്ക് എൻ്റർ ചെയ്യാം. സോ ഫസ്റ്റ് പാർട്ടി അക്കൗണ്ട് നെയിം അനിലാണ്, അതിവിടെ ഓൾറെഡി ഉണ്ട് കണ്ടല്ലോ. അതിനുശേഷം നമുക്ക് ഡിസ്പാച്ച് ഡീറ്റെയിൽസ് നമുക്ക് ഉണ്ടെങ്കിൽ എൻ്റർ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് എൻ്റർ കൊടുത്ത് സ്കിപ്പ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റർ കൊടുത്ത് ഇവിടെ സ്കിപ്പ് ചെയ്യുവാണ്. അതുപോലെ പാർട്ടി ഡീറ്റെയിൽസും ഒന്നുകിൽ എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ലെഡ്ജർ അക്കൗണ്ട് എന്ന് പറയുന്നത് ഡെബിറ്റ് നോട്ട് വൗച്ചർ ആണ്. സോ പർച്ചേസ് റിട്ടേൺ ആണ് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യാനുള്ളത്. കണ്ടല്ലോ, പർച്ചേസ് റിട്ടേൺ. ദെൻ നെയിം ഓഫ് ഐറ്റം നമുക്ക് കൊടുക്കാം. ബൾബാണ് നമുക്ക് റിട്ടേൺ ചെയ്തത്. ഓക്കെ, സോ ഒരു 30 നമ്പേഴ്സ് നമുക്ക് റിട്ടേൺ ചെയ്തതായിട്ട് കൊടുക്കാം. ഞാൻ 100 നമ്പേഴ്സ് ആണ് പർച്ചേസ് ചെയ്തത് നേരത്തെ. സോ 30 നമ്പേഴ്സ് റിട്ടേൺ ചെയ്തതായിട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. സോ റേറ്റ് നോക്കിയേ ഓട്ടോമാറ്റിക്കലി വന്നു, കാരണം ഞാൻ പർച്ചേസിൽ റേറ്റ് 50 ആണ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് റിട്ടേണിൽ റേറ്റ് ഓട്ടോമാറ്റിക്കലി വന്നു. സോ എമൗണ്ടും വന്നു കഴിഞ്ഞു. ഇത് നമുക്ക് വേണ്ടത് GST റേറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ GST ഇവിടെ എൻ്റർ ചെയ്യുക, ഓട്ടോമാറ്റിക്കലി വരിക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് എൻ്റർ സെക്കൻഡ് എൻ്റർ കൊടുക്കുക. ഇവിടെ വെച്ചിട്ട് പർച്ചേസ് റിട്ടേൺ ആണെങ്കിലും GST ലെഡ്ജർ എന്ന് പറയുന്നത് ഇൻപുട്ട് CGSTയും ഇൻപുട്ട് SGSTയും ആണ്. സോ ഇവിടെ നമുക്ക് ഇൻപുട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ലിസ്റ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ടിൽ നിന്ന് ഇൻപുട്ട് CGST ഇത് കണ്ടല്ലോ, 1500ന്റെ 2.5% അതാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് അതുപോലെ ഇൻപുട്ട് SGSTയോടെ സെലക്ട് ചെയ്യാം. കണ്ടല്ലോ, അതായത് ഈ രണ്ട് എമൗണ്ട് കൂടി ചേർന്നതാണ് ആക്ച്വൽ GST. ആ ഒരു GSTയെ എന്നിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇൻപുട്ട് സെൻട്രൽ GST എന്നും ഇൻപുട്ട് സ്റ്റേറ്റ് GST എന്നും രണ്ട് എമൗണ്ട് ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആക്ച്വലി ഇതിന്റെ ടോട്ടലാണ് GST എന്ന് പറയുന്നത്. ഓക്കെ, സോ പർച്ചേസ് റിട്ടേൺ നടന്നപ്പോൾ നോക്കി 1500 നോക്കി അതിന്റെ എമൗണ്ട് ആണ് ആഡ് ചെയ്തിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. സോ ഇങ്ങനെയാണ് പർച്ചേസ് റിട്ടേൺ വൗച്ചർ, പർച്ചേസ് റിട്ടേൺ ട്രാൻസാക്ഷൻ ഡെബിറ്റ് നോട്ട് വൗച്ചറിൽ GST എൻ്റർ ചെയ്ത് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എൻ്റർ കീ കൊടുത്ത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുവാണ്. ഓക്കെ, നമുക്ക് അതിനുശേഷം ഞാൻ അടുത്ത് കൊടുക്കാൻ പോകുന്നത് സെയിൽസ് ട്രാൻസാക്ഷൻസ് ആണ്, അതായത് സെയിൽസ് വൗച്ചർ ആണ്. സോ നമുക്ക് അതിലേക്ക് വേണ്ട വിൻഡോ ഏതാണ്? F8 കീ ആണ്. ഓക്കെ, കീബോർഡിൽ F8 കീ കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് വേണ്ടത് നമ്മുടെ ബട്ടൺ പാനൽ F8 ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ സെയിൽസ് എന്നുള്ള വിൻഡോ കണ്ട് ഇവിടെ ആക്ടിവേറ്റ് ചെയ്ത് വന്നു. നമുക്ക് ഇവിടെ വേണ്ടത് സെയിൽസ് പാർട്ടി അക്കൗണ്ട് നെയിം ഞാൻ രാജേഷ് സെയിൽസ് നടത്തുന്നതായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. കണ്ടല്ലോ, അപ്പോൾ നമുക്ക് രാജേഷ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിന് ഡിസ്പാച്ച് ഡീറ്റെയിൽസ് നമുക്ക് വേണമെങ്കിൽ എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. പാർട്ടി ഡീറ്റെയിൽസും ഒന്നുകിൽ കൊടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. സെയിൽസ് ലെഡ്ജർ സെയിൽസ് ആയിട്ടാണ് എടുക്കാനുള്ളത്. നെയിം ഓഫ് ഐറ്റം ഞാനിവിടെ ബൾബാണ് കൊടുക്കുന്നത്. സോ ഇതിനൊരു 10 ബൾബ് വിറ്റതായിട്ട് കാണിക്കുവാണ്. ഓക്കെ, 10 എണ്ണം നമ്മൾ മേടിച്ചതിൽ 10 എണ്ണം വിറ്റതായിട്ട് കാണിക്കുവാണ്. സോ അവിടുത്തെ റേറ്റ് ഞാൻ എത്ര രൂപയ്ക്ക് വിറ്റു എന്നുള്ളതാണ്. ഞാൻ 50 രൂപയ്ക്കാണ് നേരത്തെ പർച്ചേസ് ചെയ്തത്. സോ 60 റുപ്പീസിന് ഞാൻ വിറ്റതായിട്ട് കാണിക്കുക. കണ്ടോ, ഓക്കെ, എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് വന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി എൻ്റർ ചെയ്യുക, എഗെയിൻ എൻ്റർ കൊടുക്കുക. അതിനുശേഷം സെയിൽസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന GST ലെഡ്ജർ ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് SGSTയും ആണ്. സോ നമുക്ക് അതുകൊണ്ട് അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഓ കൊടുത്തു കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ടിൽ നിന്ന് ഔട്ട്പുട്ട് CGSTയും അതുപോലെ ഔട്ട്പുട്ട് SGSTയും കൊടുക്കുക. കണ്ടല്ലോ, ഇത് 600ന്റെ 5% ആണ് ഇവിടെ ഇങ്ങനെ മൊത്തമായിട്ട് 30 ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, ഇത് ആഡ് ചെയ്ത എമൗണ്ട് ആയിരിക്കും ഈ, അതായത് നമുക്ക് GSTയും കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ എമൗണ്ടിനോടൊപ്പം GSTയും കൂടെ ആഡ് ചെയ്ത എമൗണ്ട് ആയിരിക്കും നമുക്ക് ഇവിടെ ടോട്ടലായിട്ട് കാണിക്കുക. ഇങ്ങനെയാണ് സെയിൽസ് ട്രാൻസാക്ഷൻസ് സെയിൽസ് വൗച്ചറിൽ GST എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. സോ നമ്മൾ ഇത്രയും സിമ്പിളായിട്ട് ഇവിടെ ഈ ഒരു ട്രാൻസാക്ഷനിൽ ചെയ്തു. പക്ഷേ ഇതിവിടെ ഇങ്ങനെ ഓട്ടോമാറ്റിക് കാൽക്കുലേഷൻ വരാനുള്ള കാരണം ലെഡ്ജർ ക്രിയേഷനിലും സ്റ്റോക്ക് ഐറ്റം ക്രിയേഷനിലും GST കോൺഫിഗറേഷൻ ഫസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ്, അതെല്ലാം കറക്റ്റ് ആയിരുന്നത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഓട്ടോമാറ്റിക് കാൽക്കുലേഷൻ എൻ്റർ ചെയ്ത് വന്നത്.
ഓക്കെ ആണോ? ഞാൻ എൻ്റർ കീ കൊടുത്ത് ആ ഒരു വിൻഡോ എക്സിറ്റ് ചെയ്യുവാണ്. ഇങ്ങനെയാണ് ടാലി പ്രൈമിൽ GST കാൽക്കുലേഷൻസ് എൻ്റർ ചെയ്യുന്നത്, GST എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. സോ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടാലി ERP 9 യൂസ് ചെയ്തവരാണെങ്കിൽ അതിൽ ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് എന്ന വർച്ചോസ് എടുക്കുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതുപോലെ F11 ഫീച്ചേഴ്സ് എടുക്കുമ്പോഴും നമുക്കത് വ്യത്യാസമുണ്ട്, അതിൻ്റെ അകത്ത് എങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ടാലി പ്രൈമിലെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് കാണാം.